ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഒരു സംസാരം ഇടയ്ക്ക് നിർത്തിയിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ അങ്ങയോട് ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ആ സംസാരം ഒരാൾ സംസാരിക്കുക എന്ന് പറയുന്നത് അതിങ്ങനെ നല്ലവണ്ണം തുടർന്നു പോകുന്നതിനിടയ്ക്ക് നമുക്ക് തോന്നുന്നു എന്നാൽ നിർത്തിയിട്ട് വീണ്ടും ഒന്നുള്ളത് വീണ്ടും അതേപോലെ വരിക എന്ന് പറയാൻ അദ്ദേഹത്തിനുണ്ടാകുന്നൊരു സ്ട്രെയിൻ ചെറുതല്ല. ഞങ്ങളുമൊക്കെ ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള സംസാരങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് എനിക്കതുകൊണ്ട് വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രം നടക്കുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യം തന്നെയാണ്. ഇവിടെ ഏറ്റവും പ്രശസ്തരായ ഇതുമായി ബന്ധപ്പെട്ട മഹാഭാഗവതത്തിൻ്റെ എല്ലാ അർത്ഥതലങ്ങളെയും സ്പർശിച്ച് കടന്നു പോകാൻ കഴിവുള്ള ആദരണീയരായ ആളുകളാണ് ഈ പരിപാടിയെല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ചു നേരം അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുകയായിരുന്നു. ഞങ്ങൾ ഇന്നാണ് പരിചയപ്പെടുന്നത് തന്നെ. ഡോക്ടർ പള്ളിക്കൽ സുനിലിനെ പോലെയുള്ളവർ സംസാരിക്കുന്നത് മുൻപ് ഞാൻ കേട്ടിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മളുടെ ചിന്തകളെയും നമ്മളുടെ മനസ്സ് വ്യാപരിച്ചു പോകുന്ന ഇടങ്ങളിലുമെല്ലാം തെറ്റായ വഴികളിലേക്ക് പോകാതിരിക്കുന്നതിന് ഇതൊക്കെ ഉപകരിക്കുക തന്നെ ചെയ്യും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. അതിന് തീർച്ചയായിട്ടും ഇതെല്ലാം ഉപകരിക്കട്ടെ. ബ്രഹ്മാവ് നാരദനോട് പറയുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിൽ ഈശ്വരചിന്ത സർവവിധേനയും ഗാഢമായിരിക്കുമ്പോൾ എൻ്റെ നാവിൽ നിന്നും ഒരു വ്യാജ പ്രസ്താവന പോലും വരികയില്ല. എൻ്റെ മനസ്സ് ഒരു അയഥാർത്ഥ വസ്തുവിലേക്കും പോവുകയുമില്ല. എൻ്റെ ഇന്ദ്രിയങ്ങൾ എന്നെ അബദ്ധത്തിലേക്ക് നയിക്കുകയില്ല. അങ്ങനെ എല്ലാ ഗുണങ്ങളും ആർജിക്കാൻ കഴിയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന ചിന്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കേവലമായ വാക്കുകൾ കൊണ്ട് മാത്രം അതെല്ലാം പറയുകയും നമ്മുടെ മനസ്സിൽ എന്ത് ചിന്തയാണ് എന്നുള്ളത് മറ്റൊരാൾക്കും പിടികിട്ടാത്ത തരത്തിൽ നമ്മളതിനെല്ലാം പലതിനെയും വെച്ച് പുലർത്തി കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കാണുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവുന്ന തരത്തിലേക്ക് എത്തും. ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് അടക്കുകയല്ല. ഈ ചിന്തകളുണ്ടോ? ഇതിൻ്റെ എല്ലാം ഓരോ ഇടങ്ങളിലും ഇതെല്ലാം കൂടിക്കൂടി വരും എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ആ ചിന്തകൾ മനസ്സിലുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. സമൂഹം എന്തുകൊണ്ടല്ല ഇങ്ങനെ ആവുന്നു എന്നെല്ലാം നമ്മൾ കേൾക്കുകയല്ലേ. പല വാർത്തകൾ നമ്മളെ മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഞെട്ടുകയാണ്. കുടുംബങ്ങളിൽ പോലും നടക്കാൻ പാടില്ലാത്ത നടക്കുന്നൊക്കെ നമ്മൾ വിലപിക്കുകയാണ്. എന്നിട്ട് നമ്മളെല്ലാവരും പറഞ്ഞ് നമുക്ക് വലിയ ഭക്തിയും എല്ലാം ഉണ്ട് എന്ന് നമ്മൾ പറയുകയും ചെയ്യുന്നു. അവിടെയാണ് ബ്രഹ്മാവ് നാരദനോട് പറഞ്ഞ അത് ഏറ്റവും പ്രസക്തമായി വരുന്നത്. ഭാഗവതത്തിൻ്റെ 2-ാം അധ്യായത്തിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യമുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഭാഗവത സത്രത്തിൽ അത് ഞാൻ സൂചിപ്പിക്കാൻ വരുമ്പോട്ട്. ഞാൻ പറഞ്ഞ കഥ ഭാഗവതത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിലുള്ള ഒന്നാണ്. ഇത് എങ്ങനെയെല്ലാമാണ് എനിക്ക് എല്ലാ അർത്ഥത്തിലും ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ എല്ലാം ആയി കഴിയുമ്പോഴും ആവുന്നില്ല എന്ന് പറയുന്നിടത്ത് നിന്നിട്ടാണ് ഭാഗവതത്തിൻ്റെ ഉത്ഭവം തന്നെ ഉണ്ടാവുന്നത്. അത് ഭഗവാനെ സംബന്ധിക്കുന്നത് ഭഗവതാ ഇതം എന്നാണല്ലോ പറയുക. അതിൻ്റെയും വിശദാംശങ്ങളിലേക്ക് ഞാൻ പറഞ്ഞതുപോലെ മഹാരഥന്മാരായ ആൾക്കാർ നിൽക്കുന്നിടത്തൊരു മന്ത്രിയാണ് എന്നുള്ളതിൻ്റെ പേരിൽ ഒരല്പസമയം കിട്ടി എന്നുള്ളതല്ലാതെ എനിക്കിതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്ന ഒന്നും ഉള്ള ആളല്ല. എങ്കിലും ഇങ്ങനൊരു പരിപാടി നടക്കുമ്പോൾ അത് ഒരു നാടിൻ്റെ ജനതയുടെ മനസ്സുകളെ പവിത്രീകരിക്കാൻ, നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കാൻ, അനുനിമിഷമെന്നവണ്ണം ആർത്തികൾ നമ്മുടെ എല്ലാം മനസ്സുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു രീതികൾ നമ്മുടെ ചുറ്റുപാടെല്ലാം നിൽക്കുന്നിടത്ത്, വല്ലാത്ത ഒരു ആർത്തിയിൽ നമ്മൾ നിൽക്കുന്നിടത്ത്, എത്ര വന്നാലും ഒക്കുകയില്ല, എത്ര കിട്ടിയാലും മതിയാവുകയില്ല എന്ന് പറയുന്നിടത്ത്, ആർത്തി മണ്ണിൻ്റെയും പെണ്ണിൻ്റെയും നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നിടത്ത്, എല്ലാത്തിനെയും പണത്തിൻ്റെ തോത് വെച്ച് അളന്നുകൊണ്ടിരിക്കുന്നിടത്ത്, ബന്ധങ്ങൾക്ക് പോലും അതെല്ലാം കാണുന്നിടത്ത്, ഒരു പരിപാടിയിൽ അല്ലെങ്കിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നെങ്കിൽ എനിക്ക് എന്ത് പ്രയോജനമുണ്ടാവുമെന്ന് പ്രയോജന മൂല്യത്തിൻ്റെ അളവുകോൽ വെച്ച് ഓരോന്നിനെയും നോക്കിക്കൊണ്ടിരിക്കുന്നിടത്ത് നമുക്കതിനെയൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ കഴിയുമോ എന്നുള്ളൊരു വലിയ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നലകളിൽ മഹാരഥന്മാരായ ആളുകൾ, നവോത്ഥാനത്തിൻ്റെ നായകന്മാരടക്കം നമ്മുടെ മുമ്പിൽ തെളിച്ചിട്ടത് അത്തരം കുറച്ച് വഴികളായിരുന്നു. മനുഷ്യൻ, മാനവികത, മനുഷ്യസ്നേഹം എന്നുള്ളത്
എല്ലാത്തിനേക്കാളും മുകളിൽ അവരതിനെയെല്ലാം പ്രതിഷ്ഠിച്ചു. അത് ശ്രീനാരായണ ഗുരുദേവനായാലും അയ്യങ്കാളിയായാലും വാഗ്ഭടാനന്ദനായാലും ചട്ടമ്പിസ്വാമികൾ, വിവേകാനന്ദൻ, നമുക്ക് എത്രയെത്രയോ പേരുടെ പേരുകൾ. ഇനി അത് മാത്രമല്ല, മറ്റു മതങ്ങളിൽ പോലും നമുക്കതെല്ലാം കാണാൻ കഴിയും. പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പാനായാലും അക്കിത്തങ്ങളായാലും ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയായാലും ഒക്കെയും ഇത്തരത്തിൽ നവോത്ഥാന രംഗത്ത് മാനവികത ഉയർത്തിപ്പിടിച്ചവരായിരുന്നു. സ്നേഹമെന്നത് വിനിമയത്തിലില്ലാത്തൊരു നാണയമായി മാറിക്കൊണ്ടിരിക്കുന്നിടത്ത് ആ സ്നേഹത്തിൻ്റെ കഥകൾ നമ്മളോട് ആരെങ്കിലും പറഞ്ഞു തന്നേ മതിയാവുകയുള്ളൂ. മനസ്സുകളെ പവിത്രീകരിക്കാൻ നമുക്ക് നമ്മുടെ മുമ്പിൽ ചില കാര്യങ്ങൾ അവതരിപ്പിച്ചേ മതിയാവുള്ളൂ. അത് അവതരിപ്പിക്കുന്നതിനിടയിലാണ് ഞാൻ കയറിയെന്നുള്ളത് കൊണ്ട് ഞാൻ ഇനിയും അത്തരം കാര്യങ്ങൾ പറയുന്നില്ല. ഇതെല്ലാം ഒരു നാടിൻ്റെ പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഒരു നാടിൽ വിരചിക്കപ്പെട്ട ഇത്തരം മഹാഭാഗവതത്തിൻ്റെ ഉള്ളറകളിലൂടെ കടന്ന് വർത്തമാനകാലത്ത് എങ്ങനെ നമ്മൾ അതിനനുസരിച്ച് പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ നന്മയുടെ വഴികളെ നമുക്ക് കണ്ടെത്താൻ തീർച്ചയായിട്ടും കഴിയും. മറ്റൊരാളിനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലും എല്ലാവരെയും ചേർത്തും കോർത്തും വെച്ചുകൊണ്ടും നമുക്കെങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് നമ്മളെ ചൂണ്ടിക്കാണിക്കും. അടുത്തു നിൽക്കുന്ന ഒരാൾ എൻ്റെ ശത്രുവല്ല എന്ന് എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ടാകുമ്പോഴാണ് എനിക്കൊരു സ്നേഹത്തെ അവിടേക്ക് പ്രവഹിപ്പിക്കാൻ കഴിയുക. ആ സ്നേഹത്തെ പ്രവഹിപ്പിക്കാൻ കുടുംബത്തിനകത്ത് പോലും കഴിയാതിരിക്കുന്നിടത്ത്, സ്നേഹത്തിൻ്റെ വിളക്കുകൾ കെട്ടുപോയിക്കൊണ്ടിരിക്കുന്നിടത്ത് നമുക്ക് തീർച്ചയായിട്ടും അതിനെ കൊളുത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. ക്ഷയാത് ത്രായതേ ഇത് ക്ഷേത്ര എന്ന് പറയാറുണ്ട്. ഏതൊന്നാണോ നിങ്ങളെ നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നത് അതാണ് ക്ഷേത്രം എന്ന്. തീർച്ചയായിട്ടും ഒരമ്പലത്തിനകത്ത് മാത്രമല്ല, നിങ്ങളുടെ ഹൃദയങ്ങൾ പോലും, നമ്മുടെ മനസ്സുപോലും അത്രമേൽ പവിത്രീകരിക്കേണ്ട ഒരു കാലത്താണ് ഇത് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിനൊക്കെയും ഇത് ഉപകരിക്കട്ടെ. എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട്, എല്ലാ നന്മകളും നേർന്നുകൊണ്ട് വാക്കുകൾ കേട്ടതിന് ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ക്ഷമിക്കണം എന്നുകൂടി പറഞ്ഞ് നിങ്ങളോടെല്ലാം ഉള്ള നന്ദി കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി അങ്ങയോട് ഇടയ്ക്കൊന്ന് കയറിയതിനകത്ത് ഓർക്കുക. വീണ്ടും ഒരു യന്ത്രമൊന്നുമല്ല, നിർത്തിയിട്ട് വീണ്ടും അതേപോലെ തുടങ്ങാൻ പച്ച മനുഷ്യനാണ്. അതിൻ്റെ ബുദ്ധിമുട്ട് അദ്ദേഹത്തിൻ്റെ വിനയം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സുകൊണ്ടും അദ്ദേഹം അത് പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങേക്കുണ്ടായ ബുദ്ധിമുട്ട് ഒരിക്കൽ കൂടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. എല്ലാ നന്മകളും നേർന്ന് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.